അയ്യൻ്റെ സന്നിധാനത്തേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം എത്തുന്നത്. പതിവ് പോലെ തന്നെ ഭക്തജന തിരക്ക് അവിടെ തുടരുന്നു. മണ്ഡലപൂജയ്ക്ക് ചാർത്താനുള്ള തങ്കേങ്കി ഘോഷയാത്ര മറ്റന്നാളാണ് പമ്പയിലേക്ക് എത്തുന്നത്. മണ്ഡലപൂജയോടനുബന്ധിച്ച് അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് അവിടെ ദേവസ്വം ബോർഡും അതോടൊപ്പം പോലീസും ഒക്കെ. അഖിൽ പാലോട്ടുമടം ചേരുകയാണ് വിവരങ്ങളുമായി. അഖിൽ, ഇന്ന് രാവിലെ മുതലുള്ള കാഴ്ച ഇപ്രകാരം, ഭക്തജന തിരക്ക് തുടരുക തന്നെയല്ലേ? വീണ, അനു, സ്വാമി ശരണം. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയും ഇന്നുമായി ഭക്തജനങ്ങളുടെ കാര്യത്തിൽ ചെറിയൊരു തിരക്ക് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതിനും 2 ദിവസം മുമ്പ് വെള്ളിയും ശനിയും ഒക്കെ തന്നെ 1 ലക്ഷത്തിലേക്കടുത്ത്, അതായത് 96,000-ന് മുകളിലേക്ക് അയ്യപ്പ ഭക്തർ എത്തിയിരുന്നുവെങ്കിൽ ഇന്നലെയും ഇന്നുമൊക്കെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അത് 90-ന് താഴേക്ക് വീണ്ടും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ 80,000 എന്ന സർക്കാർ കണക്കുകൂട്ടലിനും അപ്പുറത്തേക്ക് കടക്കുന്നത് കൊണ്ട് അതൊരു ഭക്തജന തിരക്ക് എന്ന് വേണമെങ്കിൽ പറയാവുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ലക്ഷത്തോളം ഭക്തജനങ്ങൾ എത്തിയാൽ പോലും തൊഴുതിറങ്ങിപ്പോകാനുള്ള സംവിധാനമുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് അത് ഭക്തജന തിരക്കാണ് എന്ന് പറയാൻ സാധിക്കില്ല. എന്തായാലും തങ്കേങ്കി ഘോഷയാത്രയും നാളെയാണ് 25-നാണ് പമ്പയിലേക്ക് എത്തുന്നത്. ആ പമ്പയിലേക്ക് എത്തുന്ന തങ്കേങ്കി ഘോഷയാത്ര പമ്പയിൽ രാവിലെ ഉച്ചയോടുകൂടിയാണ് പമ്പയിലെത്തുക. ആ ഉച്ചയോട് എത്തുന്ന തങ്കേങ്കി ഘോഷയാത്രയ്ക്ക് അവിടെ സ്വീകരണം നൽകി ഭക്തജനങ്ങൾക്ക് ദർശിക്കാനുള്ള അവസരമൊരുക്കും. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി 3 മണിയോടുകൂടിയാണ് സന്നിധാനത്തേക്ക് തങ്കേങ്കി ഘോഷയാത്ര പുറപ്പെടുന്നത്. 6:30-ക്കുള്ള 25-ന് 6:30-ക്കുള്ള 6:30-നുള്ള ഈ സന്ധ്യാദീപാരാധനയിലാണ് ആദ്യം അത് ചാർത്തി ദീപാരാധന നടത്തുന്നത്. പിന്നീട് 26-ന് മണ്ഡലപൂജയ്ക്ക്, അതായത് ഉച്ചയ്ക്ക് 12-നും 12:30-നുമുള്ള അഭിജിത്ത് മുഹൂർത്തത്തിൽ നടക്കുന്ന മണ്ഡലപൂജയിൽ ആ തങ്കേങ്കി ചാർത്തിയായിരിക്കും പൂജ ഉണ്ടാവും. ഞാനിപ്പോൾ നിൽക്കുന്നത് പോലെ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും അവസാന ഘട്ടത്തിലേക്കുള്ള ഭഗവാനെ സന്ദർശിക്കാൻ നിൽക്കുന്ന അയ്യപ്പ ഭക്തരെയാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതായത് പൊന്നമ്പലത്തിനും തൊട്ടരികിൽ നിൽക്കുന്ന അയ്യപ്പ ഭക്തരെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ വലിയ തിരക്ക് എന്ന് പറയാൻ സാധിക്കില്ല എന്ന് പറയാൻ കാരണം 18-ാം പടി കയറി മുകളിലേക്ക് എത്തുന്ന, അതായത് ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് എത്തുന്ന അയ്യപ്പന്മാരുടെ ദൃശ്യം നോക്കിയാൽ അയ്യപ്പന്മാരുടെ ദൃശ്യം നോക്കിയാൽ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. വളരെ സാവധാനമാണ് ഓരോ അയ്യപ്പസ്വാമിയും അവിടെ നിന്ന് നടന്നു വരുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നത്. വലിയ തിരക്ക് കൂട്ടി നടന്നു വരുന്നില്ല, വലിയ ഓടി അങ്ങനെ എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവർ സാവധാനമായി ഈ പൊന്നമ്പലത്തിൻ്റെ അരികിലേക്കുള്ള ക്യൂവിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ ഇത്തരത്തിലൊരു ക്യൂ അനുഭവപ്പെടാനുള്ള ഒരു സാഹചര്യം, അതായത് ഈ പൊന്നമ്പലത്തിനും അരികിലുള്ള ഇങ്ങനെ ഒരു ക്യൂ അനുഭവപ്പെടാനുള്ള ഒരു സാഹചര്യം രാത്രിയോടുകൂടി മല കയറി എത്തുന്ന അയ്യപ്പ ഭക്തർ രാവിലെ പുലർച്ചയോടുകൂടി തന്നെ അവർ ദർശനത്തിലേക്കായി എത്തിച്ചേരും. കാരണം 3 മണിക്ക് നട തുറന്ന് ഏകദേശം 3:30 ഈ അഭിഷേകം തുടങ്ങുന്നത്, നെയ്യഭിഷേകം തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നെയ്യഭിഷേകം തുടങ്ങുന്നത് മുതൽ ഉള്ള ഒരു സമയക്രമത്തിലാണ് ഈ അയ്യപ്പ ഭക്തന്മാരുടെ ഒരു ക്യൂ ഉണ്ടാവുക. 7 മണിയോടുകൂടി അഭിഷേകം കഴിയും. കാരണം പിന്നെ ഉഷപൂജയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ശ്രീകോവിലിൽ ഉണ്ടാവുക. ഉഷപൂജ 7:15-ന് ഉഷപൂജ ആരംഭിക്കും. ഉഷപൂജ പിന്നീട് 7:40 തന്നെ 7:30 തന്നെ ഉഷപൂജ പര്യവസാനിച്ചതിനു ശേഷമായിരിക്കും വീണ്ടും നെയ്യഭിഷേകം പുനരാരംഭിക്കുക. ആ സമയത്ത് വിഷ്ണുവിന് ഈ ചുറ്റമ്പലത്തിനകത്തു തന്നെ വിഷ്ണുവിന് പത്മമിട്ട് മേൽശാന്തിയുടെ നേതൃത്വത്തിലുള്ള ഒരു പൂജ, വിശേഷാൽ ബ്രഹ്മേശസിന് വിഷ്ണുഭാവത്തിലുള്ള ഒരു പൂജ പൊന്നമ്പലത്തിനരികിൽ തന്നെ ഉണ്ടാകും. അതിനുശേഷം വീണ്ടും നെയ്യഭിഷേകം തുടരും. ഏകദേശം 11 മണിയോടുകൂടി തന്നെ ഉച്ചപൂജ ആരംഭിക്കുന്നുണ്ടാകും. 1 മണിക്കാണ് നടയടയ്ക്കുന്നത്. അതിനുശേഷം വൈകുന്നേരം 3 മണിക്ക് നട തുറന്ന് 11:50-ന് ഹരിവരാസനം പാടി 11 മണിക്കാണ് നടയടയ്ക്കുന്നത്. അങ്ങനെയാണ് ഒരു ദിവസത്തെ പൂജാതി കർമ്മങ്ങളോടുകൂടി ശബരിമലയിലെ ദിനചര്യ മുന്നോട്ട് പോകുന്നത്. ശബരിമലയിലെ തിരക്ക് ഇനി ചിലപ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് വലിയ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത കുറവാണ്. കാരണം 25-നും 26-നും ഒക്കെ തന്നെ വെർച്വൽ ക്യൂവിലും വലിയ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയന്ത്രണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ശബരിമല സന്നിധിയിലേക്കുള്ള അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ്. കാരണം മണ്ഡലപൂജയുടെ അവസാന ദിവസം 26-നും 25-നും വെർച്വൽ ക്യൂവിന്റെ എണ്ണത്തിലും ഒരു ക്രമം ദേവസ്വം ബോർഡും അതുപോലെ തന്നെ പോലീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം 26-ന് മണ്ഡലപൂജ കഴിഞ്ഞതിനു ശേഷം തിരുനട അടയ്ക്കുന്നുണ്ടാകും. അപ്പോൾ പിന്നീട് അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിനായി ഇവിടെ കാത്തു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത്തരത്തിലൊരു ക്രമീകരണം പോലീസും ദേവസ്വം ബോർഡും ഏർപ്പെടുത്തുന്നത്. എന്തായാലും ശബരിമല സന്നിധിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭക്തിസാന്ദ്രമായ മണ്ഡലപൂജയുടെ പര്യവസാനത്തിലേക്ക് കടന്നു പോകുന്ന ആ വലിയ ഭക്തി ശരണമന്ത്രങ്ങളുടെ ആ നാദം മുഴങ്ങുന്ന നിമിഷങ്ങളിലേക്ക് കടക്കുന്ന കാഴ്ച നമുക്ക് സന്നിധിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വീണ, അനു.
ശരി അഖിൽ, സ്വാഭാവികമായും ഈ തങ്കയങ്കി ഘോഷയാത്ര ഒന്ന് കണ്ടു തൊഴാനുള്ള താല്പര്യം അതെ നമ്മുടെ ഭക്തരായ പ്രേക്ഷകർക്ക് എന്തായാലും ഉണ്ടാകും. പക്ഷേ ഇന്ന് 7:30-ക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ 7:30-യോടുകൂടി തീർച്ചയായിട്ടും നമുക്ക് തങ്കയങ്കി ഘോഷയാത്രയിലേക്ക് വരാം.